നമസ്തേ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വ്യാപകമായി പ്രചരിക്കുന്ന ഒരു മരണാനന്തര സംസ്കാരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. മുൻ RSS പ്രവർത്തകന്റെ മൃതദേഹത്തിന് മുസ്ലിം ലീഗ് നേതാവ് ചിതയൊരുക്കി എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണമാണ്. മഞ്ചേശ്വരത്ത് മരണപ്പെട്ട ഒരു മുൻ RSS പ്രവർത്തകന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്, അല്ലെങ്കിൽ ചില തീവ്രവാദി സംഘടനകൾ വൈറലാക്കുന്നത്. ഈ വിഭാഗം പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളിൽ ഉറ്റവരോ RSS പ്രവർത്തകരോ മൃതദേഹം ഏറ്റെടുക്കാനോ സംസ്കാര ചടങ്ങുകൾ നടത്താനോ എത്തിയില്ലെന്നും മുസ്ലിം ലീഗ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഇർഫാന ഇക്ബാൽ ഇടപെട്ടാണ് ചിതയൊരുക്കിയതെന്നും പ്രചരിക്കുന്നു. കൊറോണ മഹാമാരിയുടെ കാലത്ത് പോലും മഞ്ചേശ്വരം മേഖലയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ സേവാഭാരതിയുടെ പ്രവർത്തകർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വയം സേവകർ ആരും എത്താതിരിക്കുക എന്നത് ആർക്കും വിശ്വസിക്കാനാകില്ല. സംഘം സ്വയം സേവകർ അടുത്തുള്ളപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം, മറ്റൊരു സത്യം. മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് അവിടെ നടന്നത്. കൊണ്ടേവൂർ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സേവാഭാരതി മംഗൾപടി സമിതി അധ്യക്ഷൻ രഘു ചെറുകോളിയാണ് ചിതയൊരുക്കുവാനുള്ള കാര്യങ്ങൾക്കായി നേതൃത്വം വഹിച്ചത്. അതേസമയം സ്ഥലത്തെത്തിയ കൗൺസിലർ ഇർഫാന ഇക്ബാൽ ഞാനും ഒരു വിറക് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് അനുമതി നൽകിയതായും തുടർന്ന് ആ നിമിഷത്തിന്റെ ചിത്രമെടുത്ത് പിന്നീട് രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിച്ചു. സാധുവായ അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല മരണത്തെ പോലും സ്വന്തം താല്പര്യത്തിന് വളച്ചൊടിക്കുന്ന രാഷ്ട്രീയ ഭീകരത. മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പോലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മഞ്ചേശ്വരം ചൊവ്വാഗ്രഹത്തിലല്ല. മുസ്ലിം ലീഗിന്റെ വർഗീയത മറിച്ച് നന്മമരമാകാൻ ഒരു മൃതദേഹം ഉപയോഗിക്കരുതായിരുന്നു. ഇത് തീർത്തും അപലപനീയം തന്നെ. സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റിയിട്ടുണ്ടാകുമെന്നത് എത്ര സത്യമാണെന്ന് ഈ വാർത്ത തെളിയിക്കും. സേവനം നിസ്വാർത്ഥമായിരിക്കണം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നാണ് ഓരോ സ്വയം സേവകരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചതികൾ പറ്റാം. അത് ഇനിയും പറ്റും. കാരണം ശീലങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ. ഹൈന്ദവ ജനത ശ്രദ്ധിക്കുക, അത്രമാത്രം പറയുന്നു.